മക്കളെ, അപ്പോൾ തിങ്കളാഴ്ച നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടി പോവാണ്, അതായത് 22 ജൂണിന് അല്ലേ. പക്ഷേ നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 15-ാം തീയതി വരുമെന്ന് പറഞ്ഞപ്പോഴും അത് സൺഡേ തന്നെ തലേന്ന് രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് ഏകദേശം സൺഡേ 21 ജൂണിന് ഒരു രാത്രിയോട് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന മക്കൾ 2 കാര്യങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ, ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫീസ് അടച്ച് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. ഇനി അതല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ നാളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ടെമ്പററി ആയിട്ട് ഇഷ്ടമില്ലാത്ത ഓപ്ഷനിൽ തുടരുന്ന മക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ള ഓപ്ഷനിൽ, അതായത് ഫസ്റ്റോ സെക്കൻഡോ സ്കൂളിലൊക്കെ കിട്ടി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ടെമ്പററി അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കിപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നില്ല, സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയെന്ന് കരുതാം, അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. അവിടെ പോയിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാമെന്ന് വെച്ചാൽ 15-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത്. 7 ദിവസങ്ങൾക്ക് ശേഷം കറക്റ്റ് ഒരു ഏകദേശം ഒരാഴ്ച എടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം, ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ, അതായത് 29 ജൂണൊക്കെ ആയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ഡാറ്റ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് എപ്പോഴാണ് വന്നത്, 15-ാം തീയതി. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതിപ്പോൾ 22 ജൂണിന് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ 22 ജൂൺ പ്ലസ് ഒരു 7 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഒരു 29-30 ഉള്ളിൽ തന്നെ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മുഖ്യ അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ അവസാനിപ്പിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1 ആണ്. അപ്പോൾ അതിന് മുൻപ് എന്തായാലും നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരുമല്ലോ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ഘട്ടം അത് 13-ാം തീയതി ജൂലൈ മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെ ഉണ്ടാവും. ഇതിനുള്ളിൽ തന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ഘട്ടം അവസാനിച്ച് നിങ്ങൾക്ക് +1 ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം ജൂലൈ പിന്നെ നമുക്കൊരു ഓഗസ്റ്റ് അല്ലല്ലേ, നമ്മുടെ ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണപ്പരീക്ഷയുടെ സാധ്യത എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ എടുത്ത് സ്കൂളുകളിൽ എത്താൻ തന്നെ ഏകദേശം ഓഗസ്റ്റ് 5 ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓണപ്പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ സംശയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 22-ന് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പോർട്സ് കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള മക്കൾക്ക് 22-ന് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മക്കൾക്ക് 22-ന് തന്നെയാണ്. അതേപോലെ തന്നെ VHSCയുടെ ഒക്കെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ വരുന്ന 22-നാണ്. അപ്പോൾ ഈ 22 എന്ന് പറയുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 4 അലോട്ട്മെൻറ്റുകളാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടകളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. അവിടെ പോയിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇഷ്ടമുള്ള സ്ഥലമാണെങ്കിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഡോണ്ട് വറി, നമുക്ക് ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 5-ാം തീയതി ഓഗസ്റ്റ് ആകുമ്പോഴാണ് ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് കഴിയുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ പഠിക്കാതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും, അതായത് ഇപ്പോൾ +1 മക്കളൊക്കെ ആണെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലാണെങ്കിലും ക്ലാസ്സുകളൊക്കെ തുടങ്ങി. ഓൾറെഡി ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതായത് 20th ജൂണിന് ശനിയാഴ്ച നമ്മുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ അഡ്മിഷനൊക്കെ കഴിയട്ടെ, സ്കൂളൊക്കെ തുടങ്ങട്ടെ, സ്കൂളൊക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം പോവും. ടീച്ചേഴ്സ് സ്കൂളിൽ ചടപടയെന്ന് പറഞ്ഞ പോർഷൻസ് തീർക്കും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാവോ? അത് കഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. ഏറ്റവും നന്നായിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ എക്സാം വിന്നർ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും, PDF നോട്ട് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി നിങ്ങൾ നമ്മുടെ
പ്ലസ് ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബുക്ക് സെറ്റ് പ്ലസ് നമ്മുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നേരത്തെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാകും, അത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനും പറ്റും. ഈ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ സ്കൂളിൽ പോയി പിന്നീട് ക്ലാസ്സൊക്കെ പ്രോപ്പറായി തുടങ്ങി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആവുകയും ചെയ്യും. ഓക്കെ, സോ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതേപോലെ തന്നെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ബാച്ച് ലോഞ്ച് ഉണ്ട്, അതും കാണും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ച സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടട്ടെ, അലോട്ട്മെൻറ്റ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മിസ് വിഷ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.